എന്താ നമ്മളിപ്പോ കട്ടേ അത് കൊള്ള കേട്ടോ, അത് വെറൈറ്റി സാധനം കേട്ടോ. അത് കൊച്ചു വീടാ. ഇനി ഇങ്ങനൊക്കെ എന്തായാലും കൊണ്ടുവന്നാലേ നടക്കത്തുള്ളൂ, മനസ്സിലായ? കണ്ടുപടി അമ്പത്തൂരെ കണ്ടുപടി. എലിയാണെന്ന് വിചാരിച്ചത്, ഞാനും ആദ്യം എലിയാണെന്ന് വിചാരിച്ചേട്ടാ. എന്താ ഇവ ഉണ്ടാക്കി വെച്ചിരിക്കണത്? കാലന്മാർ വഴി വന്ന ലോകം, കാലന്മാർ വഴി വന്ന ലോകം. പേര് ചെറുതായിട്ടൊന്ന് മാറ്റി. വിളിച്ചു പറയല്ലേ നീ, വിളിച്ചു പ്രസന്റേഷൻ ഭയങ്കര കിടലം ഗൈസ്. നാളെ മറ്റേത് പറയുമ്പോഴേ സത്യം പറയല പ്രസന്റ്. യു കാറിലെ മുന്നിൽ പോട്ടെ, ഇത് എന്റെ വണ്ടി സർവീലല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോണിയ പാപ്പനൊക്കെ എന്തി? ജോണിയ പാപ്പനെ വിളിച്ച്. ജോണിയ പാപ്പ ഇറ്റ്മാനെ ഫ്രണ്ടിലോട്ട് വാ, ഫ്രണ്ടിലോട്ട് വാ, ഫ്രണ്ടിലോട്ട് വാ. അവരുടെ ഗ്യാങ് ഞാൻ പറ്റി ഫ്രണ്ടിൽ കയറി നടക്കണം. പക്ഷെ നമ്മളെ ഫ്രണ്ടിലോട്ട് വിളിച്ചില്ലോടാ, അത് തന്നെ വലിയ കാര്യം. ഞാനുണ്ട്. നമ്മുടെ പഴയ വണ്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടിയല്ല, എനിക്ക് ലെഫ്റ്റിലത്തെ വണ്ടി വളരെ ഇഷ്ടമാണ്. എന്ത് ചെയ്യാ സെറക്കം? ഹായ് സെറക്കെ, വാ 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 വാ. കത്തിയോ? കത്തി കത്തി. ആ ഇല്ല. ഹലോ, അവിടെ ഉണ്ട്. ഹലോ ഹലോ കണ്ണാപ്പി, പക്ഷെ ഇതിപ്പോ നടത്തിയത് നന്നായി കേട്ടാ ഗൈസ്. കാരണം എന്താന്ന് പറയട്ടെ, ഇതിന്റെ മുകളിൽ ഒരെണ്ണം വെച്ചാലേ ഇനി എന്തേലും ആവുള്ളൂ, മനസ്സിലായ? അപ്പൊ രായൻ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. രായനത് കാണട്ടെ. എനിക്ക് ഇവരുടെ ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ആ കിടക്കണ റൈറ്റ് സൈഡിൽ കിടക്കണ വണ്ടി. ഇത് നമ്മുടെ പഴയ വണ്ടികളൊക്കെ ഒന്ന്. എങ്ങോട്ടാ ഇവിടുന്ന് വഴി തീർന്നല്ലോ. ഡ്രസ് റിവീൽ ആയിരുന്നു. ഡ്രസ് റിവീൽ ആയിരുന്നു. ലെഫ്റ്റിലോട്ടും ഉണ്ടല്ലോ ഉള്ളൊരു പച്ചമയം. കാർലോയെ ആരോ മൊളസ്റ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, ഏതോ അഡ്മിൻ കേട്ടോ. ഞാൻ അത് കണ്ട്. നിങ്ങൾ ആരും കണ്ടോ? ഒന്നുകൂടെ ബാക്ക് അടിച്ച് നോക്കിയേ. കാർലോ ആരോ മൊളസ്റ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. കാർലോയുടെ പ്രതിമയ്ക്ക് ചുറ്റും വരെ പെണ്ണുങ്ങള് എങ്ങനെ കണ്ടു നിൽക്കും? പ്രതിമയാണോന്ന് ചോദിച്ചാൽ അതിന് ചുറ്റും പെണ്ണുങ്ങൾ നിൽക്കുന്നത് നോക്കട്ടാ. എങ്ങനെ സഹിക്കാൻ പറ്റും എനിക്ക്? ഇത് പഴയതാണാ? പണ്ടത്തെ പണ്ടത്തെ ഇത് പുതിയതാ. എടാ പുതിയ ഡ്രസ്സൊന്നും അല്ല, പുതിയ ഡ്രസ് റിവീൽ ആയോ? ഇതാണ് പുതിയത്. അയ്യോ മാറി നോക്കട്ടെ. എടാ ഒന്ന് മാറാ, ഈഗോ എല്ലാം മാറിക്കൊടുക്കാം. ഈഗോ എല്ലാം പക്ഷെ ഡ്രസ് എനിക്ക് വലിയ ചേഞ്ച് ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലേ. പക്ഷെ ഇവരുടെ ഡ്രസ്സിന് ഭയങ്കര ക്വാളിറ്റിയാടാ, അത് വേറൊരു കാര്യമാണ്. നിങ്ങൾ രണ്ട് ഇവരുടെ നോർമൽ ഗ്യാങ് ഡ്രസ്സിന്റെ പഴയ ഗ്യാങ് ഡ്രസ്സിന്റെ ക്വാളിറ്റി നോക്കിയേ, ഭയങ്കര ക്ലിയർ ആ ഇവരുടെ ലോഗോയും ഇതെല്ലാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറുതെ പഴയ ലൈവ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ അത് അമ്പത്തൂരിന്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ഒരു ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ആ ക്വാളിറ്റി തിരിച്ചു കൊണ്ടുവരണം. ഇവരുടെ നല്ല ഡ്രസ്സിന്റെ ഡീറ്റെയിലിംഗ് ഭയങ്കര അടിപൊളിയാ. ഇത് കണ്ടോ, ചെറിയ ചെറിയ വെക്ടേഴ്സ് വരെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇത് കണ്ടോ, നോക്ക്, ഇത് കണ്ടോ, എല്ലാം നോക്ക്. നമ്മുടെ അകത്തൊരു ക്വാളിറ്റി ലോസ് ഉണ്ട്, അത് മാറ്റണം. അത് കളർ ചിലപ്പോ കളറിന്റെ ആയിരിക്കാടാ. ആ പറടാ.
എന്നെ രായനാ വിളിച്ചേ? ഇത് നീയാണോ? ഞാൻ നീലാണെന്ന് വിചാരിച്ചേ. രായ ഇങ്ങോട്ട് വന്നേ. അത് ലോക്കും ചെയ്ത് കാർലോ രായ എല്ലാം കണ്ടു വെച്ചോ. നമ്മുടെ പരിപാടി ഇതിന് മുകളിലായിരിക്കണം, മനസ്സിലായോ? രണ്ടുപടി മുകളിലായിരിക്കില്ല, ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നീ കണ്ടുവച്ചിട്ട് എന്ത് ചെയ്യാനാ ഒരു കഴിവില്ലാത്തവനെ? നിന്റെ ഗ്യാങ് ഡ്രസ് എന്ത് ചെയ്യടാ? അണ്ണ ഞാൻ സിറ്റി വന്ന് കേറിയുള്ളൂ. ഞങ്ങളും ആ സമയത്ത് തന്നെ കേറിയത്. ഞാൻ ഇനി മാറിയിട്ട് പോകാനുണ്ട് അണ്ണ. പെട്ടെന്ന് കേറി അണ്ണ. 50 തൊട്ട കത്തിപ്പോയത്. അപ്പൊ ഇതിന്റെ തറയൊക്കെ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ടാണോ കാണുന്നത്? തറ ഇടക്ക് ചെറിയ ആംഗിളിൽ വെക്കുമ്പോ അത് മാറുന്നുണ്ട്. അതിന് ഇഷ്ടമാണ് അതിന്. ഹുഡി എവിടെ കാർലോ? ഹുഡി ഈ സെന്ററിൽ കാണുന്നുണ്ടോ? ഇതാണല്ലോ പുതിയ ഹുഡി. അതിന് റൈറ്റ് ഇതിൽ വരാണ്ട് അത് ലോഡായില്ല. ഇതാ പുതിയ ഹുഡി. എല്ലാം ഹോക്കി ഞാനും നേരെ ബാക്കിലോട്ട് നോക്കി അത് ടെക്സ്ചർ ബഗ് എന്തോ ആണ്. ഇതെന്തോ ടെക്സ്ചർ ബഗ് ആണടാ ഇത്. കണ്ട ബാക്കിലോട്ട് നോക്കി നടന്ന കാണാൻ കൈസ് എല്ലാം കണ്ട. പക്ഷെ ആ സാധനം കൊള്ളാൻ കേട്ടാ. അത് ഇവരുടെ വൂൾഫാണ്. കാണാവോ? കാണാം. ഇതാരും ലച്ചോ? മോളെ സുഖാണോടി? സുഖല്ലേടി നിനക്ക്? നന്നായി പോന്നാ നീ? നിന്റെ റിലേഷനൊക്കെ എങ്ങനെ പോന്ന? നാളില്ല പോക്കാണെങ്കിൽ. എനിക്ക് അല്ലാതെ കാണാം. ഓക്കെ എന്റെ സൈഡിലും ഉണ്ടല്ലേ ഇത് കണ്ട. ഇതാണ് സാധനം ടെക്സ്ചർ ലോഡാവാത്തോണ്ടാ. ഓ അപ്പ അപ്പുറത്ത് പോയി നോക്കിയാ ഇപ്പൊ എല്ലാം കാണാൻ പറ്റും. ഞാൻ കണ്ട. എനിക്കിപ്പോ കാണാനല്ല. ഓ എനിക്ക് ഇവിടുന്ന് കാണാനല്ല. അല്ലേ പറഞ്ഞേ കണ്ടുപിടിച്ചത് ഇതൊക്കെ ഇവിടെ ട്രിക്കല്ലേ. ക്യാം ഓഫ് ചെയ്യണോ നിങ്ങക്ക്? അത് ക്യാമിന്റെ സൈസ് കുറച്ചാ മതിയോ? എനിക്ക് ഞാൻ ക്യാം തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വെച്ച് തരാം. ആയിട്ട് ക്യാമിന്റെ കുറച്ച് സൈസ് കുറച്ചിട്ട് ഞാൻ എന്താ ഇങ്ങോട്ട് വെക്കാം. ഇതാണ് സാധനം. അതിന് ട്രാൻസ്ഫോർമേഷൻ ഇതെന്തോ വണ്ടികളോ ഇത്? എന്റെ അമ്മ ഇത് കിടുക്ക്. ഇവിടെ ഇത് വിഷയം മറ്റേനൊക്കെ അടിപൊളി. ഇതാണ് എനിക്ക് ഇവിടെ ഇതാണ് പൊളി സാധനം. ഇതെന്ത് രസോടെ ഈ വണ്ടി കാണാൻ. എടാ ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് മറ്റേനൊക്കെ ഇഷ്ടപ്പെട്ട ഇതാണ്. ഹാക്കർ ഓഫ് സെക്യൂരിറ്റി സിസ്റ്റം ഫൈൻഡ് ദ കറക്റ്റ് കാർലോ. ഡെവിൻ കാർലോ എന്നായിരിക്കും. അടിച്ചു നോക്കിയാലല്ലേ അറിയുള്ളൂ. ഡെവിൻ കാർലോക്ക് ഡി പോലും ഇല്ല ഇതിനകത്ത്. കാർലോ സിമ്പിൾ.
സ്വന്തം പേര് പോലും അടിച്ച് ഞാൻ അറിയത്തില്ലേ ഞാൻ ഡി ഞെക്കുന്നത് ഡി കാണട്ടെ. തുറന്ന ഞാൻ കേറി. കേറില്ല. നിങ്ങൾക്കാർക്ക് കേറാൻ പറ്റത്തില്ലേ? ഞാൻ കേറിയല്ലോ. അപ്പൊ കെ വി ഓഡിയൻസ് എല്ലാവർക്കും സ്വാഗതം. കെ വിയുടെ വണ്ടി ബാക്കിയുള്ള സാധനങ്ങൾ ഞാനാണെന്ന് റിവീൽ ചെയ്യണത്. കാറിലൊക്കെ വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ റിവീൽ ചെയ്യാൻ പോവാണല്ല. എല്ലാവർക്കും വെൽക്കം. ഹായ്, ഞാൻ റിവീൽ ചെയ്യണേ എല്ലാം. നിങ്ങൾ ഇവിടെ വന്നാ? അപ്പൊ ഇത് എങ്ങോട്ടാ പോണ്ടേ ഇനി? അയ്യോ, കാറിൽ വന്നില്ല. ബാക്കിയല്ലേ ഇനി ഈ ഡോർ തലയൊക്കെ പൊകഞ്ഞു പോലെ. കുക്കുടുവായുടെ സ്പെല്ലിംഗ് തെറ്റിച്ച ഹാഫീസാണ് ഇവിടെ ഹാഫീസിന്റെ സ്പെല്ലിംഗ് എടുത്ത് വെച്ചേക്കുന്നത്. അല്ല മറ്റേ ഇത് ടിവിയെ ഗ്യാങ് റിവീൽ പോറിയല്ലെന്ന്. അവന്മാര് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് തരുന്നുണ്ടല്ലോ ഗൈസ്, അത് തന്നെ വലിയൊരു കാര്യമാണ്, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു നമുക്കിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കാനും എല്ലാം അവര് പറയണില്ലേ, അത് തന്നെ ഒരു നമുക്കൊരു വലിയ കാര്യമാണല്ലേ. അടുത്ത നമ്മുടെ ഒരു ഇവന്റ് വരുമ്പോ നമ്മൾ തിരിച്ച് ആ പരിഗണന അവർക്ക് കൊടുക്കണം. കടുവ എഡിഷൻ. കടുവ ഫുൾ ഷീൽഡ് വൺ പറയണോ? കേട്ടില്ലേ? ഇതാണ് മൂന്നാമത്തെ വണ്ടി. 3 വണ്ടി ഉണ്ടല്ലേ? പഴയ കടുവയുടെ ഓർമ്മയ്ക്കാണോ കടുവെന്ന് പേരിട്ടേക്കണേ? പണ്ട് ഫുൾ ഷീൽഡ് ആ, ഓക്കെ. നമുക്ക് ഇതും വേണം, ഒരു നല്ല ടോർച്ചർ റൂം, നല്ലൊരു ടോർച്ചർ റൂം. പ്രേതകം കളിക്കുന്ന സ്ഥലമാണല്ലേ ഇത്? മറ്റേ ഗോസ് ഗെയിം ടോർച്ച് അടിച്ച് കളിക്കുന്ന സ്ഥലമല്ലേ ഇത് രാത്രി? ഇതെന്തൊരു അങ്ങോട്ട് നേരെ പോയാലോ? ഇപ്പൊ ഇതെന്ത് മെയ്സാണോ? എല്ലാരും കൂടെ തികയില്ലേ? ഇത് മറ്റേ ലോക്കർ റൂം. ഇനി ഒരു ഷീൽഡ് മേടിക്കാൻ എത്ര ദൂരം വരണല്ലേ? പ്രകാശം ദിവ്യ വിളിച്ചോണത്. എന്തോടത് വെട്ടം? അറ്റത്തേക്ക് പോവാം, പക്ഷെ അവിടെ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഈ വഴി തന്നെ മുറിയില്ല. ഇവിടെ വേറെ ഒന്നും ഇല്ല അങ്ങനെ. വിളിച്ചു കളിക്കാം. BGMI ആസ്ട്രോട് കളിക്കാൻ എടാ പോടാ. BGMI ഒന്നും കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇവിടെ റൈറ്റ് ആണോ? ഓക്കെ 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 ഓക്കെ. എടാ ഇത് പുറത്തുനിന്ന് വഴിയുണ്ടടാ? ഉണ്ടല്ലേ? ഇവിടെ 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 ഇവിടെ. ഹലോ മിസ്റ്റർ അമ്പത്തൂർ. സെല്ലിനകത്താണ് കക്കൂസ്. ഇത് തീ പിടിക്കും. അപ്പൊ കത്തിക്കാൻ ഇനി വേറൊന്നും വേണ്ട കേട്ടാ. സത്യം നേരെ അങ്ങോട്ടൊക്കെ നടത്തിപ്പിച്ചാ മതി അതിനകത്തൂടെ. അയ്യോ, ഞാൻ ആദ്യം വിചാരിച്ചത് കത്തൂല വിചാരിച്ചിട്ടോ, ചുമ്മാ ഗ്ലാസ് ആയി വിചാരിച്ചു. 10 ലക്ഷം രൂപയുടെ ഫ്യൂൽ ക്യാൻ ലാഭമായല്ലോ. സത്യം സത്യം. MRC ഇല്ല കേസ്. നമുക്ക് MRCയുടെ കാര്യം പറയാനുള്ള ഒരിതുണ്ട്. ഇവര് രണ്ടുപേരും ഇപ്പൊ രണ്ടുപേരും ഡൗൺ ആയതുകൊണ്ട് ഇത് ക്ലിപ്പായിട്ടൊക്കെ വരുമ്പോ ഈ പറയണത് പോലെ അവർക്ക് തിരിച്ചു പറയാനുള്ളത്, അവര് സിറ്റുവേഷൻ എടുത്ത് ജയിച്ചതിന് ശേഷം സംസാരിക്കട്ടെ. ഈവൻ അവര് പോലും സിറ്റുവേഷൻ എടുത്ത് ജയിച്ചതിന് ശേഷം സംസാരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത്. മനസ്സിലായ? അവര് ഇതാക്കി സമയത്ത് നമുക്ക് മാസം അടിച്ചിട്ട് കാര്യമില്ല.
പക്ഷേ കാർലോ ആ കാർലോ ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങുവോ കാർലോ? നമുക്ക് ഇറങ്ങാം പുറത്ത് കയറി ഓക്കെ ഓക്കെ. ഞാൻ അതിനു മുമ്പ് എന്തായാലും ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങളെ ഇതിനകത്ത് കൺസിഡർ അവന് വലിച്ചു കേട്ടാ. കാർലോ വലിച്ചു. അറിയില്ല ആ കാർലോ ഉണ്ട്. കാർലോ എന്തായാലും നമ്മളെ വിളിച്ചതിനും നമുക്ക് ഇങ്ങനെ ഒരു പരിഗണന തന്നതിന് ഒരുപാട് സന്തോഷം. ജോക്കി ഞാനിവിടെ എന്തായാലും ജോക്കി വരുന്ന സമയത്ത് ഞാൻ ജോക്കിയുടെ കൂടെ ഒരുപാട് ലേറ്റ് ആയിന്ന് അറിയാം. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് മറ്റേ ഇത് കാണാം. ജോക്കി വന്നിട്ട് നേരെ പോലെ. ഓ എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ ഒത്തിരി നേരം ആയതാ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി. ഓക്കെ ഓക്കെ കാർലോ പുറത്ത് കാണാം. ഓക്കെ 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 ശരി. ഓക്കെ ഓക്കെ ശരി. അപ്പൊ നമുക്ക് പുറത്തിറങ്ങി ഓ എന്നെ പുറത്തോട്ടൊന്ന് വലിക്കോ? ഇറങ്ങണോ? കഴിഞ്ഞോ ഇവിടെ അകത്തെല്ലാം കഴിഞ്ഞോ? അല്ലല്ല അല്ല ഹാക്കി ഞാൻ ചോദിക്കട്ടെ ഹാക്കി മൊയില് വന്നോ ഇതെന്തൊരു ഇവിടെ ഇതെന്താ? അവിടെ എന്തോ ഉണ്ട് കയറിയോ? നിന്റെ ഉള്ളിൽ കയറിയോ? ഓടി രക്ഷപ്പെടാൻ പറയാ സംഭവം. ഇത് ഓസ എടുത്തിട്ടേ വേണേ ഓടി രക്ഷപ്പെട്ടോളാൻ പറയാ. ഇല്ലത് ഇവിടെ വരെ ഉള്ളടാ, അടച്ചേക്കുക. അതന്നെ ആ ഏണിയുണ്ട്. വേണം ആദ്യം പൊക്കോട്ടോ. നരകത്തിലോട്ടുള്ള വാതിലായിരുന്നത്, നരകവാതിലായിരുന്നത്. ഇത് കൊള്ളാല്ലേ, ആ സെറ്റപ്പ് കൊള്ളാം. സോ ഗൈസ്, അപ്പൊ ഇത്രേ ഉള്ളൂ KVയുടെ ഗ്യാഗോസും വണ്ടിയും ഹെലിയും എല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു.